എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് അവാർഡ് കിട്ടി എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് ശരത് സാറിൻ്റെ കയ്യിൽ നിന്ന് ആ അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കരിയർ ഞാൻ തുടങ്ങുന്നത് സൗണ്ട് എഞ്ചിനീയർ ആയിട്ടാണ്. അപ്പോൾ ആ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ കീബോർഡ് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, പോക്കറ്റ് മണിക്കൊക്കെ ആയിട്ട്. ഞാൻ മ്യൂസിക് ഡയറക്ടർ ശ്യാം സാറിൻ്റെ ഭയങ്കര ഫാനാണ്. അദ്ദേഹത്തിനുള്ള ഭ്രാന്ത് കാരണമാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുമ്പോഴായാലും ഏറ്റവും കൂടുതൽ ആ സമയത്ത് നമ്മൾ റെഫറൻസ് ഒക്കെ എടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും ഒക്കെ നമ്മുടെ ഒരു മാനസിക ഗുരുവായിട്ട് ഞാൻ അന്ന് തൊട്ടേ കാണുന്ന ആളാണ് ശരത് സാർ. അപ്പോൾ അതെനിക്ക് വലിയ സ്പെഷ്യലാണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതിൽ. എന്തായാലും എനിക്ക് ഇങ്ങനൊരു അവാർഡ് തന്നതിൽ ഒരുപാട് സന്തോഷം. ഈ വർഷത്തെ ഏറ്റവും ഹിറ്റായ പാട്ട് ചേട്ടൻ അറിയാമോ? അത് കാർത്തികിന്റെ വകയാണ്. അതായത് ആ പാട്ട് ഇന്ന് പലരുടെ അലാം പോലുമാണ്. ആ പാട്ട് നമുക്ക് വേണ്ടി 2 വരി പ്ലീസ്. എല്ലാവരും ആ പാട്ട് വേണ്ട നമുക്ക്. എല്ലാവരും ആ പാട്ട് വേണം. ചേർത്തേട്ടാ, അത് കേൾക്കേണ്ട പാട്ടാണ്, കേൾക്കാം. സുവർണ അവസരമാണ്. ഇത്രയും ഹിറ്റായ ആ പാട്ട് ശരത്തേട്ടന്റെ മുമ്പിൽ. ഇത് കഴിഞ്ഞ് അല്ലാണ്ട് വേറെ നല്ല പാട്ട് ഞാൻ പാടിക്കാം, പക്ഷെ ഇത് ആദ്യം പാടും. സത്യം പറയല്ലോ, ഒന്നാമത് എനിക്ക് കൈകാലം പറയുന്നത് ഉള്ള സന്തോഷം പോയി കിട്ടി. ശരി, എന്തായാലും പാടാൻ രണ്ടുപേരും. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. എന്തിനാട കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ ജീവിക്കാനാണോ? ടീച്ചറെ സാറിന്റെ മുമ്പിലേക്ക് എന്നെ കൊണ്ട് ഇത് പാടിപ്പിച്ചല്ലോ. മനോഹരമായിട്ടുള്ള വരികൾ. വരി എന്റെ അല്ല, പാട്ടോ. അതായത് നീ പഠിച്ചിട്ട് പോയാൽ ഒന്നുകൂടെ പാടാം, കേക്കട്ടെ. എല്ലാരും ചേർന്ന് പാടണം കേട്ടോ. എല്ലാരും കൂടെ ചേർന്ന് പാടാമെങ്കിൽ മാത്രമേ കാർത്തികിന് പാടാൻ പറ്റുള്ളൂ. അതാ ശരത്തേട്ടൻ കൂടെ നിൽക്കുന്നു. 1 2 3 ഗോ. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. എന്തിനാട കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ ജീവിക്കാനാണോ? വണ്ടർഫുൾ ക്രിയേഷൻ. കാർത്തിക്, നീ അവാർഡ് ബഹിഷ്കരിച്ചു. അതേ നടക്കും. കാലിൽ വീണതും തിരിച്ചെടുത്തു. അല്ല ധ്യാനേ, ഞാൻ ശ്യാം സാറിന്റെ വലിയ ഫാനാണ്, അദ്ദേഹത്തിന്റെ തീവ്ര ഫാനാണ്. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചത്. അതോടെ അദ്ദേഹം പടം ചെയ്യുന്നത് നിർത്തി. ഉണ്ടാക്കിയ പാട്ട് കേട്ടില്ലേ?